മൂഷിമൻ കോയിന് ഉണ്ടാക്കിയാലോടോ എന്നാൽ വേമ്പ അമ്മക്ക് ഉണ്ടാക്കി കളിയല്ലേ. മൂഷിമൻ കോയി എന്ന് വെച്ചാൽ ഫുൾ കോയി കേട്ടാ. അപ്പം സെറ്റപ്പ് ആക്കി ഇങ്ങെടുക്കാം. എന്നാൽ പിന്നെ വേഗം തുടങ്ങിക്കോ. എന്ത് നമ്മളെ പരിപാടി തന്നെ. അതിന് വേണ്ടിയത് ഒരു 20 അല്ലി വെളുത്തുള്ളി, 2 കോയിൻ്റെ അളവാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു തക്കാളി, 5 പച്ചമുളക്, 4 വറ്റൽ മുളക്, 1 സവാള, പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ്. മസ്റ്റായിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെക്കണേ. എന്നാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ഒരു 1/4 കപ്പ് തൈര് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സിയിൽ അരച്ചിങ്ങെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു 2 സ്പൂൺ നിറച്ചും നമ്മളെ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ നമ്മുടെ കൊത്തമ്പാരിപ്പൊടി, മല്ലിപ്പൊടി എന്നും പറയില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി തക്കാളി എല്ലാം ഇല്ലേ, അപ്പോൾ ആ പേസ്റ്റ് തൊട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം ഉപ്പ് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഉപ്പ് കറക്റ്റ് അളവിൽ തന്നെ കിട്ടണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇളക്കി മിക്സാക്കി കുഴച്ചിങ്ങെടുക്കണം. നമ്മളെ മുളക് പൊടിയും മസാലയെല്ലാം കൂടിയിട്ട് എല്ലാടിയും മിക്സാക്കി കിട്ടണം കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച് ചിക്കനിൽ ഒന്നുകൂടെ എല്ലാടിയും മസാല പിടിക്കേണ്ടിയിട്ട് മാത്രം കുറച്ച് വരയിട്ട് കൊടുക്കണം. ഇങ്ങനെ തന്നെ വരയിട്ടാ നല്ല മൊഞ്ചി കിട്ടുള്ളൂ കാണാൻ. എന്നിട്ട് ഒന്നും കൂടി കഴുകിയും എടുത്തട്ടാ. എന്നിട്ട് അങ്ങനെ കഴുകി എടുത്ത ചിക്കനിലേക്ക് നല്ല പോലെ നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എല്ലാടിയും എത്തണേ. ആ കുണ്ടിലും കുയിലും എല്ലാടിയും തേച്ച് കൊടുത്തു. കുണ്ടിലും കുയിന്ന് വെച്ചാൽ നമ്മൾ റോഡെല്ലാം പറഞ്ഞേ നമ്മളെ ചിക്കൻ്റെ ഉൾഭാഗമല്ലേ, അവിടെയെല്ലാം നല്ല പോലെ ചിക്കനെ മാഗ്നേറ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ എല്ലാടിയും എത്തുന്ന തരത്തിൽ നമ്മൾ മസാല എല്ലാടിയും തേച്ച് പിടിപ്പിച്ചിങ്ങെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നേരെ ഒരു 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കണം. കുറഞ്ഞതാണേ 2 മണിക്കൂർ. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച്, അതായത് തലേന്ന് രാത്രി നമ്മൾ മസാല പുരട്ടി ഫ്രിഡ്ജിലേക്ക് വെച്ച് പിറ്റേന്ന് രാവിലെ ഉപയോഗിക്കുന്നതാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പണിയെടുക്കണോ, രാവിലെ മസാല പുരട്ടിയിട്ട് വൈകുന്നേരം ഉണ്ടാക്കണം. അപ്പോൾ നല്ല മസാലയെല്ലാം ചിക്കനിലേക്ക് നല്ലോണം ഇറങ്ങി പിടിച്ച് കിട്ടും കേട്ടോ. കാല് രണ്ടും വിട്ടു പോകുന്നതിന് നമ്മൾ ഒരു നൂലെടുത്ത് നല്ല പോലെ കെട്ടിക്കൊടുക്കണം. കെട്ടുമൊന്നും വേണ്ട, അപ്പുറം ഇപ്പുറം കുറേ ചുറ്റിങ്ങെടുത്ത് നല്ലോണം ഒന്ന് വെടിയിച്ചാൽ തന്നെ നമ്മളെ കാല് രണ്ടും സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് വേണ്ടിയ അടുത്തത് വെളിച്ചെണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കല കേട്ടോ. അതിന് നമ്മൾ വെളിച്ചെണ്ണ വരണം. വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരളവൊന്നുമില്ല. പിന്നെ ഇത്ര വേണമെന്നില്ല, കുറച്ച് കേട്ടോ. അപ്പോൾ ഒരു 2-3 കപ്പ് ഏകദേശം വെളിച്ചെണ്ണ നിർബന്ധമായിട്ടും വേണം. അങ്ങനെ അതിലേക്ക് നമ്മളെ കറിവേപ്പിലിട്ട് നല്ലോണം പൊട്ടിച്ചിങ്ങെടുക്കണം. എന്നിട്ടോ നമ്മളെ ചിക്കൻ ഇതിലേക്ക് കീച്ചെടുക്കണം കേട്ടോ. കറിവേപ്പില പൊട്ടുന്ന കണ്ടില്ലെങ്കിൽ എങ്ങനെ എണ്ണ ചൂടായാലും ഇങ്ങനെ പൊട്ടുക. അപ്പോൾ നമ്മുടെ ചിക്കന് ഇതിലേക്ക് കീച്ച് വെക്കാം. അതോ പൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ ചിക്കൻ അതിലേക്ക് കീച്ച് വെച്ച് പിന്നെ നമ്മൾ എന്താ എടുക്കണം, ഒരു 3 മിനിറ്റ് ഇതുപോലെ ഒരു ഭാഗം നല്ല പോലെ പൊരിച്ചെടുക്കണം. ഒരു 3 മിനിറ്റിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എണ്ണ മേലൊന്നും കൊള്ളിക്കാതെ ശ്രദ്ധിച്ച് തിരിച്ചിടാൻ ശ്രദ്ധിക്കണേ. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ട അതന്നെ. അപ്പോൾ ഒരാൾ എന്തായാലും ഒരു പാത്രത്തിൻ്റെ ഒരു ഭാഗം പിടിച്ച് വെക്കുന്ന ഏറ്റവും നല്ലതാണ്. കാരണം നമ്മളെ മേത്തേക്ക് മറിയുന്നത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മൂഷിമൻ കോഴി എന്ന് വിചാരിച്ച് ഭയങ്കര വലിയ കോഴിയൊന്നും എടുക്കാൻ പാടില്ല. ഒരൊത്ത വലിപ്പമുള്ള കോഴി തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഒന്നുകൂടെ സൈഡ് ഒരു 3 മിനിറ്റ് പൊരിച്ചതിന് ശേഷം സൈഡ് ഭാഗം നല്ലോണം വേപ്പിച്ചെടുക്കണം. അങ്ങനെ ചുറ്റും, അതായത് 4 ഭാഗവും നമ്മൾ നല്ല പോലെ പൊരിച്ചെടുക്കണം കേട്ടോ. ഇതാ അവിടെയെല്ലാം വേഗം കുറച്ച് പണിയായിരിക്കും. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇങ്ങനെ അല്ല, ഒരു 4 മിനിറ്റ് നമ്മളെല്ലാ ഭാഗവും നല്ല പോലെ പൊരിച്ചിങ്ങെടുക്കണേ. എന്നിട്ട് ഇത് മൂടി വെച്ച് നമുക്ക് വേപ്പിക്കേണ്ടതാണ്. വേപ്പിക്കെന്ന് വെച്ചാൽ എന്നാ പറയുക അതിന്, വേപ്പിക്കൽ തന്നെ കേട്ടോ. നല്ലോണം വെന്ത് കിട്ടണം. അപ്പം നമ്മൾ മൂടി വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം
ലോ ഫ്ലെയിമിലേക്ക് മാറ്റണേ. അപ്പോൾ ലോ ഫ്ലെയിമിലുള്ളത് പിന്നെയും നമ്മൾ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും എല്ലാ ഭാഗവും നല്ല പോലെ മൊരിച്ചെടുക്കണം, അതായത് പൊരിച്ചെടുക്കണം കേട്ടോ. എല്ലാ ഭാഗവും പൊരിക്കാൻ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഓരോ ഭാഗവും ഒരു 10 മിനിറ്റിന് ഏകദേശം ലോ ടു മീഡിയം ഫ്ലെയിം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ എല്ലാ ഭാഗവും മൊരിച്ചെടുക്കണം. മൂടി വെക്കണേ. അങ്ങനെ മൂടി വെച്ച് നമ്മളെ ചിക്കനെല്ലാം നല്ലോണം പൊരിഞ്ഞ് വന്നാൽ അതിലെ എണ്ണ തന്നെ നമ്മൾ കുറച്ചെടുത്ത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റണം. നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒരു 6 സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. 6 or 7 സ്പൂൺ എടുക്കുക, കാരണം 2 ഫുൾ കോഴി ഉള്ളത് കൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ 4 സവാള ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എണ്ണയിലിട്ട് ഒന്ന് പച്ച മണം മാറിയാൽ നമ്മൾ സവാളയും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ ഇളക്കണേ. ഈ സമയം ഒരു പിഞ്ച് ഉപ്പിട്ട് നമ്മളെ സവാള വഴറ്റാൻ ശ്രദ്ധിക്കുക. എന്നാൽ വേഗം തന്നെ സവാള വഴണ്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് മൂടി വെച്ച് സവാള നല്ല പോലെ വഴറ്റിയെടുക്കാം. അല്ല, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂലേ, അത് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ. ഇനി നമുക്ക് വേണ്ടിയത് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിയിൽ സവാളയിലേക്ക് ചേർത്ത് നല്ല പോലെ വഴറ്റി എടുക്കണം. ഇത് ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ നമ്മുടെ തക്കാളിയെല്ലാം നല്ല പോലെ വാടി വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം ഒരു 5 മിനിറ്റിന് ശേഷം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 കപ്പ് നമ്മളെ സോയാ സോസും ഒരു 3/4 കപ്പ് നമ്മുടെ ടൊമാറ്റോ സോസും കെച്ചപ്പ് കേട്ടോ. നല്ലപോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്, അതായത് പെപ്പർ പൗഡർ. അത് 1 സ്പൂണ് നിറച്ച് വിട്ടോ, കാരണം എരിവിന് നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് സ്പൈസി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പെപ്പർ പൊടി, അതായത് കുരുമുളക് പൊടി കൂടെ ചേർത്ത്. പിന്നെ നമുക്ക് വേണ്ടിയത് ഗരം മസാല പൊടിയാണ്. ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിയും മല്ലിച്ചപ്പ്, 1 പിടി മല്ലിച്ചപ്പ്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി എല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി ആ പച്ചമണമെല്ലാം മാറിയ നമ്മുടെ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അതുകൂടെ ചേർത്ത് നമ്മളെ മസാല ഉണ്ടല്ലോ ആ വഴണ്ട് വന്നിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ ചിക്കൻ്റെ മേലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് അപ്പുറത്തെ ഭാഗവും ഒരു 5 മിനിറ്റ് ഇപ്പുറത്തെ ഭാഗവും നല്ലോണം സെറ്റാക്കി ഇങ്ങനത്തെ അടിപൊളി ചിക്കൻ റെഡി. ഇങ്ങനെ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ, അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ കേട്ടോ. സത്യമായിട്ട് പറയുന്ന അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്തോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ.